ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഈ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ അവരുടെ സഖ്യകക്ഷികൾക്കും അവരുടെ സുഹൃത്തുക്കൾക്കും മാത്രമാണ് ഇപ്പോൾ ഗതാഗതം അനുവദിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ കപ്പലുകൾ ഹോർമൂസ് വഴി കടന്നു പോകുന്നുണ്ട്, ചൈനയുടെ കപ്പലുകൾ ഹോർമൂസ് വഴി കടന്നു പോകുന്നുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളുടെ കപ്പലുകളും, ഇറാന്റെ സൗഹൃദ രാഷ്ട്ര പട്ടികയിൽപ്പെട്ട പല കപ്പലുകളും ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്നാൽ ഈ ഹോർമൂസ് അടയ്ക്കാത്ത സാഹചര്യത്തിൽ ലോകത്ത് എണ്ണ എന്ന് പറയുന്ന ആ ഒരു കറുത്ത സ്വർണം വലിയ പ്രതിസന്ധിയിലേക്ക്, ആ കറുത്ത സ്വർണത്തിനെ കൊണ്ടുപോകാൻ, ലോകം തന്നെ ഒരു പ്രതിസന്ധിയിലാക്കാൻ ഇറാൻ ഇപ്പോൾ മറ്റൊരു തന്ത്രം മെനയുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് ഇതുവരെ അടച്ചിടാത്ത സാഹചര്യത്തിൽ ലോകത്തിന്മേൽ മറ്റൊരു എണ്ണക്കെണിയാണ് ഇറാൻ അഴിച്ചുവിടാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. US ഇറാൻ യുദ്ധത്തിലെല്ലാം ശരിയായില്ല. ഒരു വശത്ത് ട്രംപ് സമാധാന ചർച്ചകൾക്ക് ശ്രമിക്കുമ്പോൾ മറുവശത്ത് മിഡിൽ ഈസ്റ്റിൽ 3000 സൈനികരെ ഇറക്കാൻ ഇപ്പോൾ ട്രംപ് തയ്യാറെടുക്കുന്നു. ഇറാനിലെ ഏറ്റവും വലിയ എണ്ണ ദ്വീപായ കാർഗ് ദ്വീപിനെ ആംഫിബിയൻ കപ്പലുകൾ ഉപയോഗിച്ച് ആക്രമിക്കാനാണ് ഡൊണാൾഡ് ട്രംപ് ഒരുങ്ങുന്നത് എന്നാണ് ഇറാന് ലഭിക്കുന്ന വിവരം. കാർഗെ ദ്വീപിൽ അമേരിക്കൻ സൈന്യം വന്നിറങ്ങിയാൽ ഏതൻ ഉൾക്കടലിൽ നിന്ന് ചെങ്കടലിലേക്കും അവിടെ നിന്ന് സൂയസ് കനാലിലേക്കുമുള്ള ജലപാത ഞങ്ങൾ പിടിച്ചെടുക്കും എന്നാണ് നിലവിൽ ഇപ്പോൾ ഇറാൻ പറയുന്നത്. ആഗോള എണ്ണ വിതരണത്തിന്റെ 20% കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യ ഉൾപ്പെടെ 5 രാജ്യങ്ങൾക്ക് മാത്രമേ തങ്ങളുടെ എണ്ണ ടാങ്കറുകൾ കടന്നു പോകാൻ അനുവദിക്കുന്നുള്ളൂ. ഇത് ഹോർമൂസ് കടലിടുക്കിൽ സ്ഥിതി ചെയ്യുന്ന കാർഗെ ദ്വീപിൽ അമേരിക്ക സൈന്യത്തെ ഇറക്കിയാൽ ഏതൻ കടലിൽ നിന്ന് ചെങ്കടലിലേക്കും അവിടെ നിന്ന് സൂയസ് കനാലിലേക്കുമുള്ള ജലപാത തുറക്കപ്പെടും. ഇത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമാണ്, അത് അനിവാര്യമാണ്. ഇനി ബാൽ അൽ മണ്ടൽ അടച്ചുപൂട്ടിയാൽ സൗദി അറേബ്യയിലെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് വരുന്ന എണ്ണ നിലയ്ക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ജലപാത അടച്ചുപൂട്ടാൻ ഇറാന് മതിയായ ശക്തിയുണ്ട്. അമ്മാനിൽ താമസിക്കുന്ന ഹൂത്തി തീവ്രവാദികളോട് ആ ജലപാത അടച്ചുപൂട്ടാൻ അവർക്ക് ഉത്തരവിടാൻ കഴിയും. ഈ ഹൂത്തി തീവ്രവാദികൾക്ക് ഇറാൻ തന്നെയാണ് ആയുധങ്ങളും ഉപകരണങ്ങളും പണവും നൽകുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അവർ തങ്ങളുടെ വളർത്തുമൃഗങ്ങളാണ്. അങ്ങനെ ലോകത്തിന് വേണ്ടി മറ്റൊരു എണ്ണക്കെണി ഒരുക്കാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.